ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് എങ്ങനെ നല്ല രീതിക്ക് സ്മൂത്ത് ആക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അത് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പറയുന്നത്. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലായിരിക്കും നമ്മുടെ ഗിയർ ഷിഫ്റ്റ് പക്ക സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ദിസ് സെക്കൻഡ് വീഡിയോ ഓഫ് മൈ 3 month ചാലഞ്ച്. അക്കൗണ്ട് എന്തായാലും മോണിറ്റൈസ് ആക്കിയേ പറ്റൂ. അപ്പോൾ ഡെയിലി വീഡിയോ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈക്കിൻ്റെ ഗിയർ ഷിഫ്റ്റൊക്കെ ഒന്ന് പക്ക സ്മൂത്ത് ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടി ഓട്ടിക്കാൻ വേണ്ടി നല്ല രസമാണ്. സീരിയസ് ആയിട്ട് ആ ഫീൽ തന്നെ വേറെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഗിയർ ലിവർ അതിന് നല്ല രീതിക്കുള്ള പ്ലേ ഉണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് കുറച്ചൊന്ന് സ്ലാഗി ആയിരിക്കും. നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും കറക്റ്റ് ഗിയർ വീഴുന്നത്. അപ്പോൾ ആ ടൈമിംഗ് വ്യത്യാസം വരും. അപ്പോൾ നല്ല പ്ലേ ഉള്ള ഗിയർ ലിവറൊക്കെ ആണെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു സാധനത്തിന് തേയ്മാനം വരുന്നുണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ ഒന്ന് മാറ്റി വിട്ടാൽ മതി. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ല എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത് വണ്ടി ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയലോട്ട് വരാൻ ഒരിക്കലും തോന്നില്ല. അത് നിങ്ങൾക്ക് അപ്പം മനസ്സിലായില്ലെങ്കിലും ഒരു പ്രാവശ്യം ഫുള്ളി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം സാധാ ഓയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസിൻ്റെ കാര്യം. ഫുള്ളി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ റണ്ണിങ്ങിന് പക്ക സ്മൂത്തും വൈബ്രേഷൻ ഫ്രീ ഒക്കെ ആയിട്ട് മാറും. പിന്നെ അടുത്ത കാര്യം നമ്മുടെ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻറ്റും ചെയിൻ ലൂബിങ്ങുമാണ്. അപ്പോൾ ചെയിനും നമ്മൾ പക്കയായിട്ട് ലൂബും ചെയ്ത് ക്ലീനും ചെയ്ത് സ്ലാക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോഴും നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് നല്ല രീതിക്ക്. അടുത്ത കാര്യം നമ്മുടെ ഈ ക്ലച്ച് ലിവറാണ്. നമ്മുടെ ഈ ക്ലച്ച് ലിവർ ചില സമയത്ത് നമ്മൾ പുള്ള് ചെയ്യാൻ വേണ്ടി നല്ല രീതിക്ക് ഹാർഡായിരിക്കും. അതിനൊന്നില്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലച്ച് കേബിളാണ്. ഈ ക്ലച്ച് കേബിൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് ബേണൗട്ടാകുമ്പോഴത്തേക്ക് പിന്നെ അതിനുശേഷം നമ്മുടെ ക്ലച്ച് കേബിൾ നല്ല രീതിക്ക് ഹാർഡാവും. അപ്പോഴത്തേക്ക് ഇത് പുള്ള് ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നല്ല രീതിക്ക് ഹാർഡാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് റീപ്ലേസ് ചെയ്യണം. അതിനൊന്നും വലിയ പൈസയൊന്നും ആവില്ല, എങ്കിലും അത് ഹാർഡായതിനു ശേഷം പിന്നെ വെച്ച് ഓടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഒരു വർഷത്തിൽ കൂടുതൽ പഴയ ക്ലച്ച് കേബിളൊക്കെ ആണെങ്കിൽ ഒന്ന് മാറ്റണം. കാരണം അല്ല ഈ ഒരു ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ക്ലച്ച് കേബിളിൻ്റെ അകത്ത ഭാഗമൊക്കെ റെസ്റ്റ് ആവും. പിന്നെ ഇതൊക്കെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ആണ്. ഇതിൽ അഡീഷണലായിട്ട് ഓയിലൊക്കെ ചിലവരൊക്കെ ഇട്ടുതരും. അപ്പോൾ അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കണം. ഈ ക്ലച്ച് ലിവർ പിടിക്കുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ പറ്റും. ചിലവരെങ്കിലും ഒരു 4 വിരൽ വെച്ചായിരിക്കും നമ്മുടെ ക്ലച്ച് ലിവറൊക്കെ പുള്ള് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 1 ഫിംഗർ ഓർ 2 ഫിംഗർ. ചില വണ്ടിയൊക്കെ ആണെങ്കിൽ 1 ഫിംഗർ തന്നെ സ്മൂത്തായിട്ട് വലിക്കാൻ പറ്റും. എൻ്റെതും പറ്റും, എങ്കിലും ഞാൻ 2 ഫിംഗറാണ് പ്രിഫർ ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കറക്റ്റ് ഈ ഒരു ഗ്യൂവിൻ്റെ അവിടെ തന്നെ നമ്മൾ 2 വിരൽ പ്ലേസ് ആവുകയും നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ഈ ഫുൾ വിരൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മളെ ക്ലച്ച് നമ്മൾ ഇതുവരെ പിടിച്ചിട്ട് പിന്നെ റിലീസ് ചെയ്യുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മുടെ ഗിയർ ഷിഫ്റ്റിൻ്റെ ഇടയിൽ വരും. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ വണ്ടി എടുക്കുന്ന നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഒരു പോയിൻ്റ് തൊട്ടായിരിക്കും നമ്മുടെ ക്ലച്ച് എൻഗേജ് ആയി തുടങ്ങുന്നത്. അതാണ് ഫ്രിക്ഷൻ സോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഫ്രിക്ഷൻ സോണിൻ്റെ പാസ്റ്റ് കുറച്ച് മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാൽ ക്ലച്ച് പുള്ള് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 4 വിരൽ വെച്ച് പുള്ള് ചെയ്താൽ കുറച്ച് ലാഗായിരിക്കും. അപ്പോഴത്തേക്ക് ജസ്റ്റ് 2 വിരൽ വെച്ച് പുള്ള് ചെയ്താൽ ഫ്രിക്ഷൻ സോണിൻ്റെ അകത്ത് ആകുന്നത് നല്ലത്. പിന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് 4 വിരൽ വെച്ച് പിടിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൗസൊക്കെ ഹെവി ആയിട്ടുള്ള ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 വിരൽ ഇവിടെ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പുള്ള് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ക്ലച്ച് പിടിക്കുന്ന സമയത്തൊരു ഗ്യാപ്പ് കാണും. അതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേ. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എൻ്റെ ചാനൽ തന്നെ ഇട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ 2 നട്ട് വെച്ചിട്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി. കാര്യങ്ങളൊക്കെ ഏകദേശം ആൾമോസ്റ്റ് എല്ലാം അതിലുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ച് പ്ലേറ്റൊക്കെ പക്ക കണ്ടീഷനിലാണെങ്കിൽ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് കുറച്ചുകൂടെ ഇതായിരിക്കും. നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് ഒരുപാടൊക്കെ തേഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് അല്ല വണ്ടി വലിയൊക്കെ നല്ല രീതിക്ക് കുറവായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ക്ലച്ചല്ല ഗിയർ ഷിഫ്റ്റിങ് നല്ല രീതിക്ക് സ്മൂത്ത് ആവും. പിന്നെ നമ്മളെ ടൈമിങ് അത് അത്യാവശ്യം വണ്ടി കുറേ ഓടിക്കുന്നവരാണെങ്കിൽ ടൈമിങ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. പിന്നെ ഗിയർ ഷിഫ്റ്റിങ് ഡൗൺ ചെയ്യാൻ നേരത്തെ ഒന്ന് റവ് മാച്ച് കൂടെ ചെയ്തിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ടക്ക് 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 ആ സൗണ്ട് ഒഴിവാക്കി കിട്ടും. കുറച്ചുകൂടെ നമുക്ക് ഓടിക്കാനൊക്കെ ഒരു ബ്രൂം ബ്രൂം ഫീൽ കിട്ടും. എന്ന് വെച്ചാൽ സിഗ്നലൊക്കെ കൊണ്ട് നിർത്താൻ കൈയൊക്കെ കൊടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് നിർത്തുന്നത് എപ്പോഴും വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ റവ് മാച്ച് ചെയ്യുന്ന എങ്ങനെയെന്നായാലും ഞാനൊരു വീഡിയോ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ആൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ ഇട്ടേക്ക്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റ ഐ ഡി കൂടെ എന്നെ കമൻസിൽ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.